ആയിക്കോട്ടെ എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്ന് അടിപൊളി കപ്പ കടുവറുത്ത് കഴിക്കുന്ന വീഡിയോ നോക്കിയാലോ? നമ്മുടെ കപ്പ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ? നമ്മുടെ ഇവിടെ 1 കിലോ കപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വലിയ കപ്പയാണ്. നമ്മുടെ അതിൻ്റെ തോലൊക്കെ പൊളിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. നമ്മുടെ കപ്പ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ നാരൊക്കെ ഉണ്ടല്ലേ, അത് നാരൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് കട്ട് ചെയ്ത് 2-3 വെള്ളം നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. നമ്മുടെ ഇത് കുക്ക് ചെയ്യാനായിട്ട് ഇന്ന് മുകളിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് താഴെ അടുക്കളയിലേക്ക് അത്ര വെട്ടമില്ല കേട്ടോ, ഈ ഇരുണ്ടോടെ ഇരിക്കുന്നതുകൊണ്ട് ഇന്ന് മുകളിൽ വെച്ചൊന്ന് കുക്ക് ചെയ്ത് നോക്കാൻ വിചാരിച്ച്. അപ്പോൾ ഇന്ന് അടുപ്പൊക്കെ എടുത്തിട്ട് മുകളിലോട്ട് വന്നിട്ടുണ്ട് കുക്ക് ചെയ്യാനായിട്ട്. നമ്മുടെ മരിച്ചിനെ ഇത് കഴുകിയൊരു പാത്രത്തിലേക്ക് വയ്ക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് വേകാനായിട്ട് വയ്ക്കുന്നുണ്ട്. മരിച്ചിനെയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശകലം മഞ്ഞൾപ്പൊടിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലേ, നമ്മുടെ മരിച്ചിനെയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി മരിച്ചിനി കടുവറുത്തല്ലെല്ലാം മരിച്ചിനി വടിച്ചൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് എന്നിട്ട് കടുവറുക്കാനായിട്ട് വയ്ക്കാം. ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കടുക്, വറ്റൽമുളക്, കരിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്ക് അതിലേക്ക് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ തേങ്ങയ്ക്ക് അനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മരിച്ചിനിക്ക് നമ്മൾ നേരത്തെ തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തേങ്ങയ്ക്ക് അനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കപ്പ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തേങ്ങ ഇതൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. നന്നായിട്ടൊന്ന് അതുവരെയ്ക്കും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, കാണുന്നത് നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ, കഴിക്കാനും ശരിക്കും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. മക്കൾക്കൊക്കെ നന്നായിട്ട് ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യ്, ലൈക്ക് ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യ് ഫ്രണ്ട്സ്.